ഗായ്സ്, അത് നമുക്ക് പുതിയ വീഡിയോയിലേക്ക് പോയാലോ. തച്ചു കൃഷ്ണ. അപ്പം ഇന്നെന്ന് പറയുന്നത് ഞണ്ട് കറി ആട്ടോ. നമ്മുടെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഞണ്ട് കറി. അപ്പോൾ രണ്ട് ഞണ്ട് കറിയുന്നത് കിട്ടിയതാണെങ്കിൽ രണ്ട് വലിയ ഞണ്ടാണ്. നമുക്ക് ഈ ഞണ്ട് നന്നാക്കി ക്ലീൻ ചെയ്തിട്ട് കാണാം കേട്ടോ. നമ്മുടെ ഞണ്ട് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്കിത് ചൂടാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് സബോള ഇട്ട് കൊടുക്കാം. സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഇഞ്ചിയും പച്ചമുളക് വെളുത്തുള്ളി ഒന്ന് പേസ്റ്റാക്കി എടുക്കാം കേട്ടോ. മിക്സിയിലിട്ട് നമുക്കിതിലേക്ക് 1 സ്പൂൺ ഉപ്പിടാം. എന്നിട്ട് എന്താ പറയുക, ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് ഇനി ഇതിലേക്ക് നേരത്തെ അടിച്ച ഇഞ്ചിയും പച്ചമുളകും പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട്. നമുക്ക് ഇതിലേക്ക് ഇത്തിരി വേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കണ്ട, ഇത് നല്ല മരി മൊരിയട്ടെ. വാടി നമ്മൾ കുടപ്പുളിട്ടുണ്ട്. എല്ലാവരും ഇടാറില്ലേ, പക്ഷെ ഞങ്ങളിവിടെ കുടപ്പുളിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന്. മുളക് പൊടി നമുക്ക് 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി നമുക്ക് 1.5 സ്പൂൺ ഇടാം. എന്നിട്ട് ഈ എല്ലാ മസാലയും കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് നന്നായി ഇളക്കി കൊടുക്കുക. മസാല ഒക്കെ ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞങ്ങൾ ഉപ്പ് മസാലയ്ക്ക് നോക്കിയപ്പോൾ മസാലയ്ക്ക് ഉപ്പിലിട്ട്, നിങ്ങൾക്ക് ഉപ്പ് നിങ്ങളുടെ അനുസരിച്ചിട്ട് ഉപ്പിടാം കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഇതിൻ്റെ മസാല വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിതിലേക്ക് 1.5 തക്കാളിയാണ് ആഡ് ചെയ്യണേ. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. മസാല ഇതെല്ലാം ഒന്ന് പിടിക്കും, തക്കാളിക്ക് പിടിക്കുന്ന വിധത്തിൽ. തക്കാളി വാടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞണ്ടിട്ട് കൊടുക്കാം. ഞണ്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. തീ കുറച്ചിട്ട് ഇളക്കാം കേട്ടോ. നമുക്കിതിലേക്ക് 1 സ്പൂൺ മസാലപ്പൊടി ഇടാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കൊന്ന് മൂടി വെച്ച് കത്തിക്കാം കേട്ടോ. തീ നമുക്ക് മീഡിയം ഇട്ടിട്ട് കത്തിക്കാം. എന്നിട്ട് മൂടി വെക്കാം. അപ്പത്തിനും ഞണ്ട് അതിലിരുന്ന് വേവട്ടെ. നമ്മൾ ഞണ്ട് കറി തുറന്ന് നോക്കാണേ. നല്ല തിളക്കുന്നത് അച്ചക്കുന്നത്. ഓ, നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഇതിൻ്റെ. ഇപ്പോൾ ഞങ്ങൾ വായിൽ കപ്പലോടാണ്. പിന്നെ വെള്ളമൊക്കെ ഇറങ്ങിയാൽ നല്ല ഇത് നോക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനെ ഇളക്കുമ്പോഴുള്ള സ്മെല്ലുണ്ടല്ലോ, അത് എന്താ പറയുക, ഒന്നും പറയാനില്ല. നല്ല സ്മെല്ലത്. നമ്മൾ ഇളക്കി കൊടുത്തിട്ട് വേപ്പില വെച്ചിട്ടുണ്ട്. എന്നിട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറക്കാം കേട്ടോ. അത് ഒന്നും കൂടി മൂടി വെക്കാം. ഇത് വെച്ചിട്ട് ഇങ്ങനെ റോസ്റ്റ് ആവണം. ഇങ്ങനെ ചാറായിട്ടും കുഴപ്പമൊന്നുമില്ല. അപ്പം ഉള്ളൊക്കെ നന്നായിട്ട് വെന്തുണ്ട്. അപ്പോൾ നിങ്ങൾ ഞണ്ട് കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയേക്കണം. അപ്പോൾ അടുത്ത വീഡിയോ വരാത്ത ചൂസ്നാ.